യാത്രകൾക്ക് പോകുമ്പം വേറൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു കൺഫേംഡ് സീറ്റ് ഒക്കെ ആയിട്ടായിരിക്കും യാത്ര, നമുക്ക് ചിലപ്പോൾ അന്ന് പോകാൻ പറ്റി കാണൂലായിരിക്കും, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിട്ട് തന്നെ ക്യാൻസൽ ആവുക. ഇങ്ങനെ വരുമ്പം എങ്ങനെയാണ് നമ്മുടെ കോമ്പൻസേഷൻ ആൻഡ് ക്ലെയിംസ്, നമ്മൾ എവിടെയാണ് അതിന് വേണ്ടി ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. കാര്യം പലർക്കും അതിൻ്റെ കോമ്പൻസേഷൻ്റെ ഫോർമാലിറ്റീസ് പറ്റി അറിയത്തില്ല. നമ്മുടെ ഒരു കൺഫേം സീറ്റ് ഉണ്ട്, കൺഫേം ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, പക്ഷെങ്കിൽ ആ ദിവസം നമുക്ക് ആ ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കനേഡിയൻ ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ ഒരു റെഗുലേഷൻ ഉണ്ട്, എയർ പാസഞ്ചേഴ്സ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം നിങ്ങൾ ഒരു ഇപ്പോൾ എയർ ഇന്ത്യയിലോ അല്ലെങ്കിൽ എമിറേറ്റ്സിലോ എടുത്തു ടിക്കറ്റ്, ആ ദിവസം നിങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവരൊരു വേറൊരു ഫ്ലൈറ്റ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ, ഇഫ് യു ആർ റീച്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ, നമുക്ക് 3 hours ലേറ്റ് ആണെങ്കിൽ $900 നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. ഇഫ് യു ആർ റീച്ചിങ് ഓവർ 6 hours ആണെങ്കിൽ $1,800. 9 hours ശേഷമാണ് നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതെങ്കിൽ യു ഗെറ്റ് $2,400 പെർ പാസഞ്ചർ. സോ ഇത് അവേഴ്സ് ബേസിസ് ആണ്? യെസ്, നിങ്ങളുടെ എത്ര സമയം നിങ്ങൾക്ക് എക്സ്ട്രാ എടുത്തിട്ടാണ്. അത് എന്ന് വെച്ചാൽ എയർലൈൻ റെഗുലേഷൻ അല്ല, അത് കനേഡിയൻ ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് കാനഡ റെഗുലേഷൻ ആണ്. അത് പലർക്കും അറിയില്ല ഇങ്ങനെ കോമ്പൻസേഷൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെന്ന്. പക്ഷേ അത് വെബ്സൈറ്റിൽ പോയിട്ടാണ് അത് CTA വെബ്സൈറ്റ് ഉണ്ട്, കനേഡിയൻ ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് APPR കോമ്പൻസേഷൻ അടിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻസ്.